നമസ്കാരം, ഇത് IBN മലയാളം. ഒരു അഴിമതി ആരോപണം പോലും കേൾപ്പിക്കാതെ നീണ്ട 42 വർഷം കേരളത്തിൻ്റെ MLA-യും മന്ത്രിയുമായിരുന്ന, ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾരൂപമായിരുന്ന CF തോമസിന് ഒരു സ്മാരകം പണിയാൻ ഇവിടുത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും യാതൊരുവിധ താല്പര്യവുമില്ലെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി. CF തോമസിൻ്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഖബറിങ്കൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. CF തോമസ് മന്ത്രിയായിരുന്നപ്പോൾ തുക അനുവദിച്ച ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും ബസ് സ്റ്റാൻഡിന് CF തോമസിൻ്റെ പേര് നൽകണമെന്നും ആവശ്യമുന്നയിച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. CF തോമസിൻ്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളിയിലെ ഖബറിടത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാമായിരുന്ന ബഹുമാനായ CF സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 42 വർഷക്കാലം ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൻ്റെ MLA-യും അതോടൊപ്പം മന്ത്രിയുമായിരുന്ന പ്രിയപ്പെട്ട CF തോമസ് സാർ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അഴിമതിയുടെ ആരോപണം പോലും അദ്ദേഹം കേൾപ്പിച്ചിട്ടില്ല. അഴിമതിയുടെ കറപുരളാത്ത ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആമുഖമായിരുന്ന പ്രിയപ്പെട്ട CF സാറിൻ്റെ നിര്യാണം കഴിഞ്ഞ് ഇന്ന് 4 വർഷം തികഞ്ഞിരിക്കുന്നു. അന്നു മുതൽ ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു, CF സാറിന് ഉചിതമായ സ്മാരകം ചങ്ങനാശ്ശേരിയിൽ നിർമ്മിക്കണം അല്ലെങ്കിൽ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. നാളിതുവരെ സംസ്ഥാന ഗവൺമെൻറ് ആ സ്മാരകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മാത്രമല്ല, 42 വർഷക്കാലം UDF-നെ നയിച്ച UDF-ന്റെ പ്രിയപ്പെട്ട നേതാവായിരുന്ന CF സാറിന് വേണ്ടി ഒരു വാക്ക് ശബ്ദിക്കാൻ ഇവിടുത്തെ UDF ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു സമരം പോലും കഴിഞ്ഞ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനന്ന് UDF ജില്ലാ ചെയർമാൻ ഞാൻ പറഞ്ഞു, CF സാറിന് സ്മരണ നിലനിർത്താൻ ഇവിടെ ഉചിതമായ അല്ലെങ്കിൽ സ്മാരകം നിർമ്മിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, CF തോമസ് സാറിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നിവേദനം നൽകും. അതിനുശേഷം അത് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, CF സാറ് മന്ത്രിയായിരുന്ന സമയത്ത് തുടക്കം കുറിച്ച KSRTC ബസ് സ്റ്റാൻഡ് ആ പണം അനുവദിച്ചു. പുതിയ MLA വന്നപ്പോൾ അത് പൊളിച്ചു പണിതു. അവിടെ പൊളിച്ചിട്ട് ഒരു വെയിറ്റ് ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അടിയന്തരമായി CF സാർ തുടക്കം കുറിച്ച ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കണം, അത് പൂർത്തീകരിക്കണം. ആ KSRTC ബസ് സ്റ്റാൻഡ് CF തോമസ് മെമ്മോറിയൽ KSRTC ബസ് സ്റ്റാൻഡ് എന്നാക്കണമെന്നാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യം. CF തോമസിന്റെ സ്മരണ നിലനിർത്താൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സജി മഞ്ഞക്കടമ്പിൽ കൂട്ടിച്ചേർത്തു. വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, കാർത്തികൻ നിരണം രാജൻ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കോർഡിനേറ്റർ ടിജോ കുട്ടുമേക്കാട്ടിൽ, പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, മോഹൻദാസ് ആമ്പലാറ്റിൽ, കോട്ടയം ജോണി, രഞ്ജിത്ത് എബ്രഹാം തോമസ്, ലൗജിൻ മാളിയക്കൽ, K ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാജേഷ് പുളിയനത്ത്, സുമേഷ് നായർ, രാജേഷ് ഉമ്മൻകോശി, സലീംകുമാർ കാർത്തികേയൻ, G ജഗദീഷ്, ബിപിൻ ചോരനാടൻ, ഷാജി തെള്ളകം, സന്തോഷ് മൂക്കിലിക്കാട്ട്, തോമസ് കൊട്ടാരത്തിൽ, ബിജു തോട്ടത്തിൽ, സുരേഷ് തിരുവഞ്ചൂർ, അഖിൽ എല്ലിക്കൽ, ഷാജി താഴത്തുകുന്നിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് IBN മലയാളം. വിദേശ ജോലി ഇനി വിദൂരമല്ല. നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മൻ എന്നിവിടങ്ങളിൽ PR ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ PR സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു. ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി 1 വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു. കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ്. IELTS ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ്. ഫോർ മോർ ഡീറ്റെയിൽസ്, നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻസ് ആൻഡ് സ്റ്റഡി അബ്രോഡ്. ഫോൺ നമ്പർ 7736106346 8714556346.